ഭാരതത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം അതിവിപുലമായി ആഘോഷിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ GV ശ്രീനിവാസ് പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. എംബസിയിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭാരതീയരും മറ്റ് അതിഥികളും പങ്കെടുത്തു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ഒമാനിലെ ഇന്ത്യൻ സമൂഹം അതിവിപുലമായി ആഘോഷിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ പുലർച്ചെ 5:42 ഇന്ത്യൻ സമയം 7:12 അംബാസഡർ GV ശ്രീനിവാസ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ദേശീയ ഗാനത്തിനു ശേഷം ഇന്ത്യൻ സമൂഹത്തിനായി രാഷ്ട്രപതിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം അഭിസംബോധന ചെയ്തു. हमारी एकता ही हमारी जवाबी कार्रवाई की सबसे बड़ी विशेषता थी. यही एकता उन सभी तत्वों के लिए सबसे करारा जवाब है जो हमें विभाजित देखना चाहते हैं. തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷാടിസ്ഥാനത്തിൽ കലാരൂപങ്ങളും ചിത്രപ്രദർശനവും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തവും പാട്ടുമൊക്കെ ചേർന്ന് വർണ്ണാഭമായി ഒരു വൻ വിരുന്നായിരുന്നു ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ അധികൃതർ ഒരുക്കിയിരുന്നത്. അംബാസഡർ GV ശ്രീനിവാസിന്റെ ഗാനാലാപനവും സാധാരണയിൽ സാധാരണക്കാരനായി ജനങ്ങളോടുള്ള സമ്മതിക്കലും കുശലം പറച്ചിലുകളും ഹൃദയത്തിന്റെ ഭാഷയിൽ ഭാരത് മാതാ കീ ജയ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചപ്പോഴും ഇന്ത്യൻ പ്രവാസി സമൂഹം ഒരു മനസ്സോടെ ഉറക്കെ ഏറ്റുപറഞ്ഞു, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. Thank you very much. Today is a very auspicious occasion for India, 79th Independence Day. We today began early in the morning. Exactly as the sun rose, we hoisted the national flag of India in Oman. The message of the Honorable President of India was also read out. It articulated in detail exactly the journey that India has undertaken with an ambition to become a developed nation by 2047. And as we do so, we are covering every vertical of the entire society: economy, social, political, equality, education, ICT, infrastructure. All the elements in detail the Honorable President covered. And I'm extremely happy to be representing India in this proud moment when the country is on the upswing, having become the 4th largest economy in the world, having the ambition to become the 3rd largest shortly. All in all, in the inclusive development story, the country continues with its progress and prosperity. Thank you very much. കലാരൂപങ്ങൾക്കിടയിൽ കേരളീയ കലാരൂപങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു എന്നത് ഓരോ കേരളീയനും അഭിമാന നിമിഷമായിരുന്നു. പഞ്ചവാദ്യവും കൈകൊട്ടിക്കളിയുമാണ് അരങ്ങേറിയ കേരളീയ കലാരൂപങ്ങൾ. ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും പ്രഭാത ഭക്ഷണത്തിനുള്ള വിപുലമായ സൗകര്യവും അവിടെ സജ്ജമായിരുന്നു. തുടർന്ന് രാവും പകലുമായി ഇന്ത്യൻ പ്രവാസി സംഘടനകളും ഇന്ത്യൻ സ്കൂളുകളിലുമായി അതിവിപുലമായ ആഘോഷ പരിപാടികളും രക്തദാന ആരോഗ്യ പരിപാടികളും സംഘടിപ്പിച്ചു. 7ാം കടലിനക്കരെയായാലും ഇന്ത്യൻ ജനത ഒരു മനസ്സോടെ പരസ്പരം കൈകൾ കോർത്ത് മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം ഇത്തവണയും മറക്കാനാകാത്ത വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റി. ജനം, ഒമാൻ.